ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ബോട്ടിലൊക്കെ വളർത്തുന്ന ഒരു അലങ്കാര മീനിനെ കുറിച്ചാണ്. ഇത് ബീറ്റ മീനാണ്. ഇത് എല്ലാ മീനും പക്ഷേ ബൗളിൽ ജീവിക്കാറില്ല. കാരണം വെള്ളത്തിൽ നമ്മൾ കുറവായിരിക്കും, അതുപോലെ തന്നെ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കുമല്ലോ. അതുകൊണ്ട് ഓക്സിജൻ കൂടുതൽ വേണ്ട മീനുകൾ ഈ ബോട്ടിലിൽ വളരാറില്ല. അതുപോലെ തന്നെ നമ്മൾ ഇത് മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടുതൽ അവർ അതിന് കൊടുക്കാനുള്ള ഫുഡ് തരും. ആ ഫുഡ് കൊടുക്കുമ്പോൾ എക്സ്ട്രാ കെയർ ചെയ്യണം. കാരണം ഓവറാകാൻ പാടില്ല. ഒരു തരി ഫുഡ് ഇട്ട് കൊടുത്താൽ മതി. അത് ജീവിക്കാൻ മാത്രം മതി, അല്ലാതെ വണ്ണം വയ്ക്കുകയൊന്നും വേണ്ട. അത് ജീവിച്ച് കാണണം, അത്രയേ ഉള്ളൂ നമ്മൾക്ക് ആഗ്രഹം. കാരണം വാട്ടറിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ എക്സ്ട്രാ ഫുഡ് കൂടി ആകുമ്പോൾ അമോണിയ കൂടി മീൻ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചേ കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ വെള്ളം നിറയ്ക്കുമ്പോൾ 1/4 ഭാഗം മാത്രം നിറച്ചാൽ മതി. ഫുള്ളായാൽ ഓക്സിജൻ്റെ അളവ് കുറവായിട്ടായിരിക്കും കിട്ടുന്നത്. അതുപോലെ വെള്ളം 2 ദിവസത്തിനുള്ളിൽ മാറ്റിയിരിക്കണം. കാരണം ചെറിയ സ്പേസ് ആയതുകൊണ്ട് തന്നെ ഫുഡ് വേസ്റ്റും അതുപോലെ മീനിൻ്റെ വേസ്റ്റ് കൂടി ആകുമ്പോൾ അമോണിയ കൂടി മീൻ പെട്ടെന്ന് ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ മീനും ഇതിനകത്ത് ബൗളിൽ വളർത്താനായിട്ട് പറ്റത്തില്ല. ഈ ബീറ്റ മീൻ ഇതിന് വളരും. ഇതുപോലത്തെ ചെറിയ മീനുകളൊക്കെ വളരും. ഇച്ചിരി വലുതാണെങ്കിൽ ഇച്ചിരി കൂടി വലിയ ബോട്ടിലെടുക്കണമെന്നേ ഉള്ളൂ. ബീറ്റ മീനാണ് ഏറ്റവും നല്ലത് നമ്മൾ ബോട്ടിൽ വളർത്താനായിട്ട്. അതുപോലെ തന്നെ ഇത് ചെറിയ സ്പേസിൽ തന്നെ വളരുന്നൊരു മീനാണ്. അതുപോലെ തന്നെ കപ്പി മത്സ്യം ബൗളിൽ വളർത്താം, എന്നാൽ കുറച്ച് വലിയ ബോട്ടിലായിരിക്കണം കപ്പിക്ക്. അതുപോലെ തന്നെ മോളി മീൻ വളർത്താം. ഇത് ബൗളിൽ വളർത്താം, പക്ഷേ ഇത് അധികമായിട്ട് വേസ്റ്റ് ഇടുന്ന മീനായതുകൊണ്ട് ഈ മോളി മീൻ അതുകൊണ്ട് അത് വെള്ളം പെട്ടെന്ന് അതുകൊണ്ട് പെട്ടെന്ന് അത് ചത്തുപോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മളത് വെള്ളം മാറ്റി കൊടുക്കേണ്ടി വരും. അതുപോലെ ഇത് ചാടുന്നൊരു മീനായതുകൊണ്ട് വളരെ കെയർ ഉണ്ടായിരിക്കണം ഈ മോളി മീൻ. അടുത്ത സീബ്ര ഫിഷ് നല്ലതാണ്, പക്ഷേ അതും എക്സ്ട്രാ കെയർ ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. ബോട്ടിൽ തിരഞ്ഞെടുത്ത് വളർത്തണം, വലിയ ബോട്ടിൽ തിരഞ്ഞെടുത്ത് വളർത്തണം. അടുത്തത് ഗൗരി മീനൊക്കെ നമുക്ക് വളർത്താം, പക്ഷേ ഏറ്റവും കൂടുതൽ നല്ലത് ഈ ബീറ്റ മീനാണ്. ഇത് നമ്മൾക്ക് പല കളറിലുള്ളത് വാങ്ങിക്കാൻ കിട്ടും. ഇത് കണ്ടപ്പോൾ അതിൻ്റെ മേളിലെ കമ്മള പോലെ കിടക്കുന്നു, അത് തന്നെ ഓക്സിജൻ ഉണ്ടാക്കി അത് ശ്വസിച്ചോളും. അപ്പോൾ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾക്കൊരു അലങ്കാരം, നമ്മളുടെ മേശപ്പുറത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ബോട്ടിലിൽ ഇങ്ങനെ വെക്കാനായിട്ട് വളരെ നല്ലതാണ്. ബീറ്റ എന്നാണ് ഇതിൻ്റെ പേര്. ഈ മീനാണ് ഏറ്റവും നല്ലത് നമ്മൾക്ക് ബോട്ടിൽ വളർത്താനായിട്ട്. ബാക്കിയുള്ള മീനൊക്കെ അത് റിസ്ക്കാണ് നമ്മൾ വളർത്തുമ്പോൾ. അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ വേസ്റ്റും ഫുഡിൻ്റെ വേസ്റ്റും ഒക്കെ കൂടി ആകുമ്പോൾ അമോണിയ കൂടി അതുപോലെ തന്നെ അത് ചത്തുപോകും. ഇത് നമ്മൾക്ക് ഒരു 2 ദിവസം കൂടുമ്പോൾ ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം. വെള്ളം മാറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇത് പുറത്തേക്ക് ഒരു പാത്രം വെച്ചിട്ട് വേണം ഇങ്ങനെ അതിൻ്റെ ആ ഹോളിൽ കൂടി, അതിനൊരു ഹോളുണ്ടാകും അതിൻ്റെ മേളിൽ, അതിൽ കൂടി വെള്ളം ഒഴിച്ചു കൊള്ളേണ്ടത്. കാരണം അത് പുറത്തേക്ക് പോകരുത്. പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പാടില്ലേ. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇതിനകത്ത് ബോട്ടിലായതുകൊണ്ട് ഇത്രയും വലുതായിട്ട് തോന്നുന്നത്. പക്ഷേ ഇത് ഒരു ചെറിയൊരു മീനാണ്. പക്ഷെ അത് ബോട്ടിലൂടെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ഇതിനു മുമ്പ് ഞാൻ ഒരെണ്ണം വളർത്തിയായിരുന്നു, പക്ഷേ അത് ഞാൻ വെള്ളം ഊറ്റിയപ്പോൾ വാഷ് ബേസിലേക്കാണ് വെള്ളം ഊറ്റിയത്. എന്നിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടില്ലായിരുന്നു. അത് ആ വാഷ് ബേസിൻ്റെ പകുതി ഹോളിലും പകുതി പുറത്തുമായിപ്പോയി. ഞാൻ പിടിച്ച് കളിച്ചപ്പോൾ അതങ്ങ് ചത്തുപോയി. അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. നമുക്ക് ഇതുപോലെ ബോട്ടിലിൽ വളർത്താനായിട്ട് നമുക്കൊരു ഭംഗി. നമ്മളുടെ മേശപ്പുറത്തേക്കൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾക്ക് ഇതിനൊരു സ്വല്പം തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ 2 ദിവസം കൂടുമ്പോൾ ആ വെള്ളമൊക്കെ മാറ്റി ഇതുപോലെയൊക്കെ ഒന്ന് വളർത്തുമ്പോൾ ഒരു ഭംഗി നമുക്ക് കാണാനായിട്ട്. എല്ലാ ദിവസവും നമ്മൾ രാവിലെയൊക്കെ ഒന്ന് അത് തന്നെയല്ല എപ്പോഴും നമ്മൾക്ക് ഇതിൻ്റെ ആ ചലനവും അതിൻ്റെ ഈ ഓട്ടവും ഒക്കെ കാണാനായിട്ട് ഒരു ഭംഗിയില്ലേ. അപ്പോൾ ഇതിൻ്റെ പല കളറും നമ്മൾക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ഈ മീൻ തീറ്റ വാങ്ങിക്കുന്ന കടയിലൊക്കെ ഇത് അക്വേറിയൊക്കെ വിൽക്കുന്ന കടയിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇതൊരു ചെറിയൊരു ബോട്ടിൽ ഉൾപ്പെടെ നമുക്ക് കിട്ടും. അത് നമുക്ക് മേശപ്പുറത്തൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ആ മീനിൻ്റെ ആ ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ തന്നെ അത് ഓക്സിജൻ ഉണ്ടാക്കി ഈ വെള്ളത്തിൽ തന്നെ അത് ഓക്സിജൻ ഉണ്ടാക്കും ഈ ബീറ്റ മീൻ. അതിൻ്റെ ആ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കുമളകൾ പോലെ അതിങ്ങനെ ഓക്സിജൻ ഉണ്ടാക്കുന്നുണ്ട്. അത് ശ്വസിച്ചോളും. അത് കാണാനൊരു നല്ലൊരു ഭംഗിയല്ലേ. അപ്പോൾ അത് ഈ ഒരു മീനാണ്, ഈ ബീറ്റ മീനാണ്. ആണ് ഭക്ഷണം കഴിക്കുന്നതാണ് ആ കാണുന്നത്. ചെറിയ ഇതിന് ഒത്തിരി ഭക്ഷണമൊന്നും ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനെ ഒത്തിരി വണ്ണം വെപ്പിക്കുകയാണെന്ന് നോക്കണ്ട. ഈ ഒരു രീതിയിൽ നമുക്കത് കണ്ടാൽ മതി. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു തരി ഫുഡ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾക്ക് വാങ്ങിക്കുമ്പോൾ നമ്മൾക്ക് അവർ ഒരു പാക്കറ്റ് തരും. വലിയ വിലയൊന്നുമില്ല അതിൻ്റെ ബാക്കി. അതും നമുക്ക് ഒത്തിരി നാൾ നിൽക്കും ആ ഫുഡ്. അതൊരു ചിരിച്ച് ഇട്ട് കൊടുത്ത് അതിനെ ഇങ്ങനെ വളർത്താനായിട്ട് ഒത്തിരി നല്ല ഭംഗിയാണ്. കണ്ടോ, ഇതിങ്ങനെ ഓടുന്നത് പിടിക്കുന്നത്. അതുപോലെ തന്നെ പല കളറിലുള്ളതുണ്ട്. ഇങ്ങനെ അടിയിൽ കുറച്ച് കല്ലൊക്കെ ഇടുവാണെങ്കിൽ
അതൊക്കെ നല്ലതാണ്, ഒരു ഭംഗിയല്ലേ. അതുപോലെ ചെറിയ ചെടികൾ നമുക്ക് അതിനകത്ത് വയ്ക്കാൻ പറ്റുന്ന ചെറിയ കുഞ്ഞി ചെടികളൊക്കെ കിട്ടും. അതൊക്കെ വയ്ക്കുവാണെങ്കിൽ അതിന് ഓക്സിജൻ എടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. അല്ലെങ്കിൽ തന്നെ ഇതങ്ങ് ചത്തുപോകത്തില്ല ഈ മീൻ ഒത്തിരി നാൾ കിടന്നോളും. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കേ.